രാജ്യം ഉറ്റുനോക്കുന്ന ഡൽഹി തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയുടെ വോട്ടെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷം ബി.ജെ.പിയും ആം ആദ്മി പ്രവർത്തകരും തമ്മിൽ ഇപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്നു എന്ന വലിയ വാർത്തയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ സീലാംപൂർ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായിരിക്കുന്നു. അവിടെ വലിയ രീതിയിൽ കള്ളവോട്ട് അഥവാ വ്യാജ വോട്ട് നടന്നിരിക്കുന്നു എന്നാണ് ബി.ജെ.പി ആരോപിക്കുന്നത്. ഈ സീലാംപൂർ എന്ന് പറയുന്നത് ഒരു മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയയാണ്, അഥവാ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ്. ഇവിടെ സ്ത്രീകളുടെ ബുർഖ ധരിച്ചെത്തി ബാക്കിയുള്ളവർ വോട്ട് ചെയ്യുന്നുവെന്നും ബാക്കിയുള്ള സ്ത്രീകളുടെ വോട്ട് ബുർഖ ധരിച്ചെത്തിയ വേറെ സ്ത്രീകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞുമാണ് ഇപ്പോൾ ബി.ജെ.പി പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടായത്. എ.എ.പിയുമായി ഒരു വലിയ ഏറ്റുമുട്ടൽ അവിടെ ഉണ്ടായി. പോലീസ് സ്ഥിതിഗതികളെല്ലാം നിയന്ത്രിക്കാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആം ആദ്മി പാർട്ടിയുടെ എം.പി ആയിട്ടുള്ള രാജ്യസഭാ എം.പി ആയിട്ടുള്ള സഞ്ജയ് സിംഗ് അവിടേക്ക് എത്തുന്നത്. സഞ്ജയ് സിംഗ് ഇത് ബി.ജെ.പിയുടെ ഒരു തന്ത്രം മാത്രമാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സഞ്ജയ് സിംഗ് പറഞ്ഞത് പോലീസ് ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ എല്ലാം അടിച്ചോടിക്കാനാണ് ശ്രമിക്കുന്നത്. ഇത് ബി.ജെ.പിക്ക് വേണ്ടി വിടുപണി ചെയ്യുകയാണ് പോലീസ് എന്ന് പറഞ്ഞപ്പോൾ പോലീസ് തിരിച്ച് പറഞ്ഞ ഒരു വാചകം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം, അതായത് സഞ്ജയ് സിംഗ് എന്ന് പറയുന്നത് വോട്ടർമാരുടെ അടുത്ത് ചെന്ന് ആം ആദ്മി പാർട്ടിക്ക് വോട്ട് ചെയ്യാനായി അവരെ സമ്മർദ്ദം ചെലുത്തുന്നു. അതുകൊണ്ട് സഞ്ജയ് സിംഗ് ആദ്യം ഇവിടെ നിന്ന് പോകണം എന്നാണ് ഡൽഹി പോലീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എ.എ.പി എം.എൽ.എ സൗരഭ് ഭരദ്വാജ് ഫാൾസ് അലിഗേഷൻസ്, അതായത് മോശമായ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഓരോരോ ആരോപണങ്ങൾ ഡൽഹി പോലീസിനെതിരെ ഉന്നയിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. സീലാംപൂരിൽ വലിയ രീതിയിലുള്ള ആശയക്കുഴപ്പം ഇപ്പോൾ നിലനിൽക്കുകയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സീലാംപൂരിൽ ബുർഖ ധരിച്ച സ്ത്രീകളെ മറ്റുള്ളവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ വേണ്ടി ആം ആദ്മി പാർട്ടി കൊണ്ടുവന്നിറക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കള്ളവോട്ട് അങ്ങനെ അവർ സംഘടിപ്പിക്കുന്നതായി ഭാരതീയ ജനതാ പാർട്ടി ഇപ്പോൾ അവിടെ ആരോപിക്കുന്നു. ക്യൂവിൽ നിൽക്കുമ്പോൾ തങ്ങളുടെ പേരിൽ ആരോ വോട്ട് രേഖപ്പെടുത്തി എന്ന് ആരോപിച്ച് വനിതാ വോട്ടർമാർ പ്രതിഷേധിച്ചതോടുകൂടിയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. ഇത് പാർട്ടി ഏജന്റുമാരും വോട്ടർമാരും തമ്മിലുള്ള തർക്കത്തിലേക്ക് നയിക്കുകയും ഒടുവിൽ വലിയ രീതിയിലുള്ള സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തു. ഒടുവിൽ പോളിംഗ് ബൂത്തിൽ ഒരു ഏറ്റുമുട്ടലിലേക്ക് ഇത് നയിച്ചു. വ്യാജ വോട്ടെടുപ്പ് ഇനി അനുവദിക്കില്ല എന്നാണ് ഡൽഹി പോലീസ് പറഞ്ഞിരിക്കുന്നത്. സുരക്ഷാ പരിശോധനകൾ ഇപ്പോൾ തന്നെ കർശനമാക്കിയിട്ടുണ്ട്. ആം ആദ്മി പ്രവർത്തകരെന്ന് കരുതപ്പെടുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാജ വോട്ടർമാരുടെ പേരിൽ വോട്ട് ചെയ്യാൻ അയച്ചതായും മുഖംമൂടി ധരിപ്പിച്ചതായും ബുർക്ക ധരിപ്പിച്ചതായുമാണ് അവിടെയുള്ള ബി.ജെ.പി പ്രവർത്തകർ ഇപ്പോൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. വോട്ടർ ഐ.ഡി കാർഡുകളും മഷിപുരണ്ട വിരലുകളും കൈവശം വച്ചിരിക്കുന്നതായി അവർ പറയുന്നുണ്ട്. ഇതെല്ലാം ഡമ്മിയായി തന്നെ കൈവശം വച്ചിരിക്കുന്നുണ്ട്. വോട്ട് ഇതിനോടകം രേഖപ്പെടുത്തി കഴിഞ്ഞ് പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും പോകുന്നില്ല, അവിടെ തന്നെ നിൽക്കുന്ന കാഴ്ചയാണ് കാണാനും സാധിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യം വാക്ക് തർക്കമാണ് ഉണ്ടായത്, അതിനുശേഷമാണ് ഇത് സംഘർഷത്തിലേക്ക് നയിച്ചത്. രണ്ട് വിഭാഗങ്ങളും പരസ്പരം ശക്തിയായി തന്നെ പ്രതികരിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പോളിംഗ് ബൂത്തിൽ വെച്ച് ആം ആദ്മി പാർട്ടി വോട്ടെടുപ്പിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്ന് പറഞ്ഞ ബി.ജെ.പി വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് തന്നെ ഏറ്റവും തർക്കമുള്ള ഒരു ബൂത്താണ് ഈ സീലാംപൂർ ബൂത്ത് എന്ന് പറയുന്നത്. ഏറ്റവും അധികം മുസ്ലിങ്ങൾ ഉള്ള ബൂത്താണ്. ഡൽഹിയിൽ തന്നെ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ സീലാംപൂർ എന്നാണ് അറിയാനും സാധിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ ഇത്ര വലിയ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഡൽഹിയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡൽഹിയിൽ ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വോട്ടെടുപ്പാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണി വരെ 33%-ലധികം ആണ് ഡൽഹിയിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നത് എന്നും മനസ്സിലാകുന്നു. 13,766 പോളിംഗ് സ്റ്റേഷനുകളായി രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണി വരെ തുടരും എന്നും നമുക്കറിയാം. പോരാത്തതിന് 1.56 കോടി വോട്ടർമാരാണ് ഡൽഹിയുടെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കാൻ പോകുന്നത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രാവിലെ 11 മണിയോടെ 19.95% വോട്ടർമാർ വോട്ട് ചെയ്തു. വടക്ക് കിഴക്കൻ ഡൽഹിയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 24.87% പോളിംഗ് ആണ് വടക്ക് കിഴക്കൻ ഡൽഹി രേഖപ്പെടുത്തിയിരിക്കുന്നത്. മധ്യ ഡൽഹിയിലാണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 16.46% രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഡൽഹിയിലെ ഈ സംഘർഷങ്ങൾക്കിടയിലും ഡൽഹിയിലെ വോട്ടെടുപ്പ് ഇപ്പോൾ തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.